ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്ന കുറഞ്ഞ സ്ഥലത്ത് നടാൻ പറ്റിയ മനോഹരമായ ചെടികൾ, അതായത് ഒരുപാട് വളർന്നു പന്തലിക്കാത്ത കുഞ്ഞു ചട്ടികളൊക്കെ നിൽക്കുന്ന നല്ല ചെടികളെക്കുറിച്ചാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. എല്ലാ കൂട്ടുകാർക്കും ലിൻസീസ് ലിങ്കിലേക്ക് സ്വാഗതം. ഇതുവരെ നിങ്ങൾ ലിൻസീസ് ലിങ്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കുറഞ്ഞ സ്ഥലത്ത് നമുക്ക് നടാൻ പറ്റിയത്, അതായത് സ്മോൾ സ്പേസ് ഗാർഡനിങ്ങിൽ നടാൻ പറ്റിയ ഒരു ചെടിയാണ് ഈ റാഫീസ് പാം ചെടികൾ. ഒരുപാട് ഇത് വളർന്ന് പന്തലിക്കുകയൊന്നുമില്ല. നമ്മുടെ വീടിനോട് ചേർന്ന്, മതിലിനോട് ചേർന്ന് തന്നെ ഇതുപോലെ നട്ടുവെക്കുകയാണെങ്കിൽ കാണാൻ വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ ഫിലോഡെൻഡ്രോൺ പ്ലാന്റ്സ്, അതൊക്കെ നമ്മൾ ചട്ടിക്കകത്ത് നട്ടുവെച്ച് കഴിഞ്ഞാൽ നല്ലതുപോലെ വളർന്ന് പന്തലിച്ച് നിൽക്കുന്നത് കാണാൻ ഒരുപാട് ഭംഗിയുള്ള ചെടിയാണ് ഫിലോഡെൻഡ്രോൺസ്. എന്നിട്ട് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ ഫൈക്കസ് പ്ലാന്റ്സ്, ഈ ചെടികളൊക്കെ തന്നെയും ഇതുപോലെ ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത്. ഹിബിസ്കസ്, അതുപോലെ ബഡ് ചെയ്ത് പല ഡിഫറെൻറ്റ് കളേഴ്സിൽ പൂ ഉണ്ടാകുന്ന ഹിബിസ്കസ് ഉണ്ട്. പിന്നെ ഈ ചെടിയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു മെഡിറ്ററേനിയൻ ടൈപ്പിലുള്ള ഒരു സിപ്രസ് പ്ലാന്റാണ്. മെഡിറ്ററേനിയൻ സിപ്രസിൻ്റെ കുറേ വെറൈറ്റി, അതിൽ ഒരു ടൈപ്പാണ് ഇത്. ഇങ്ങനെയുള്ള സിപ്രസ് പ്ലാന്റ്സ്, അതുപോലെ തന്നെ ഹിബിസ്കസ്, ഫൈക്കസ് പ്ലാന്റ്, ഫിലോഡെൻഡ്രോൺ, ഇതൊക്കെ കണ്ടില്ലേ, ചെറുതായി ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നിൽക്കുന്ന ടൈപ്പ് പ്ലാന്റ്സ് ആണിത്. ഇതിനൊക്കെ നമ്മൾ ദിവസം ഒരു പ്രാവശ്യം വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അത് കാരണം അത് ചട്ടിയിലായതുകൊണ്ടാണ്. പിന്നെ സൺലൈറ്റ്, ബ്രൈറ്റ് സൺലൈറ്റ് കിട്ടുന്നിടത്ത് വെക്കുന്നതും കൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ വെള്ളം ദിവസത്തിൽ ഒരിക്കൽ ഒഴിച്ചു കൊടുക്കണം. പിന്നെ സിപ്രസ് പ്ലാന്റ്സിനൊന്നും അധികം വെള്ളം വേണ്ട. പിന്നെ നമുക്ക് തറയിൽ ഇത് കേട്ടോ, ഇത് ഞാൻ കാണിക്കാൻ പോകുന്നത് വളരെ ചെറിയ സ്ഥലത്ത് നല്ല മനോഹരമായി നട്ടിരിക്കുന്ന ചെടികളാണ്, കുറഞ്ഞ സ്ഥലത്ത്. അതുപോലെ തന്നെ നമ്മുടെ കുറഞ്ഞ ആ സ്പേസ് നമുക്ക് ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെടിയൊക്കെ നട്ടതിന് ശേഷം കുറച്ച് ചരലിടുക, അതിൻ്റെ സൈഡിലായിട്ട് കുറച്ച് പെബിൾസൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഇവിടെ ഞാൻ നട്ടിരിക്കുന്നത് നമ്മുടെ സിങ്കോണിയമാണ്. സിങ്കോണിയത്തിൻ്റെ പല വെറൈറ്റീസ് നമുക്കിതുപോലെ കുറഞ്ഞ സ്പേസിൽ നട്ടുവെക്കാൻ പറ്റും. പിന്നെ കുറച്ച് മെറ്റൽസും ഒക്കെ വെക്കുകയാണെങ്കിൽ ഒരുപാട് നല്ലതായിരിക്കും. ഈ പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ യൂഫോബിയ ട്രൈഗോണ എന്ന് പറയുന്ന ഒരു പ്ലാന്റാണ്. അതിന് മിൽക്ക് ട്രീ എന്നും ഈ യൂഫോബിയ ട്രൈഗോണ പ്ലാന്റിന് പേരുണ്ട്. അന്നേരം ഇങ്ങനത്തെയൊക്കെ പ്ലാന്റ്സ് നമ്മൾ വെക്കുകയാണെങ്കിൽ ഒരുപാട് സ്പേസ് പോകത്തുമില്ല. നമ്മുടെ കുറഞ്ഞ സ്പേസിൽ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നിൽക്കുന്ന ചെടികളാണ്. ഇതുപോലെ ഈ സിങ്കോണിയത്തിൻ്റെ പല കളേഴ്സ് വെക്കുകയാണെങ്കിൽ ഒരുപാട് നല്ലതായിരിക്കും. ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന ചെടിയെന്ന് പറഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള, ഇതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ഗലങ്ങളെ ഷെൽ ജിഞ്ചർ എന്നറിയപ്പെടുന്ന ഒരു ടൈപ്പ് പ്ലാന്റ്. അതായത് നമ്മുടെ ഇഞ്ചി, മഞ്ഞൾ, അതുപോലത്തെ ആ ഒരു ഫാമിലിയിൽ പെട്ട ഒരു വേരിഗേറ്റഡ് പ്ലാന്റാണ്. അതിൻ്റെ ലീഫ് കാണാൻ ഒത്തിരി ബ്യൂട്ടിഫുള്ളാണ്. അതിൽ നല്ല പച്ച നിറവും അതുപോലെ തന്നെ മഞ്ഞ വരയുമായിട്ടുള്ള ബ്യൂട്ടിഫുൾ പ്ലാന്റാണ് ഈ ഷെൽ ജിഞ്ചർ എന്ന് പറയുന്നത്. ഇതിന് നല്ലപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതായത് വളരുന്ന സീസണിൽ നല്ല വെള്ളം അതിനാവശ്യമാണ്. അതുപോലെ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരുപാട് മണ്ണ് സോഗിയാകാൻ ഇടയാകരുത്. നല്ല പോലെ വെള്ളം ഒഴിച്ചു, അതുപോലെ തന്നെ മന്ത്ലി ഫെർട്ടിലൈസർ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒത്തിരി നല്ലതായിരിക്കും. പിന്നെ ഇതിന് ഒരുപാട് പെസ്റ്റ് അറ്റാക്ക് ഒന്നുമില്ലാത്ത വളരെ ഈസി കെയർ ആയിട്ടുള്ളൊരു പ്ലാന്റാണിത്. ഈസി ആയിട്ട് വളർന്ന് ഒരു കെയറും വേണ്ടാത്ത നല്ലൊരു പ്ലാന്റാണിത്. ഇത് കണ്ട് അന്നേരം ഈ കുറഞ്ഞ സ്ഥലത്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതേപോലെ പ്ലാന്റ് വെക്കാൻ വളരെ നല്ലതാണ്. ഈ ഒരു പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഇത് കാലിക്കോ പ്ലാന്റിൻ്റെ വെറൈറ്റിയാണ്. ഇത് കറക്റ്റ് പേര് നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. വളരെ ബ്യൂട്ടിഫുൾ, അതിന് ഒട്ടും സ്പേസ് വേണ്ട, വളരെ കുറഞ്ഞ സ്പേസ് നടാൻ പറ്റിയ പ്ലാന്റാണ് ഈ സിപ്രസ് പ്ലാന്റിൻ്റെ. ഈ മെഡിറ്ററേനിയൻ വെറൈറ്റിയും ഈസി കെയറാണ്. എപ്പോഴും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ നല്ല പ്ലാന്റ്സ്, കുറഞ്ഞ സ്പേസിൽ വളർത്താൻ പറ്റിയ പ്ലാന്റ്സാണ് ഞാനിപ്പോൾ കാണിക്കുന്നതെല്ലാം തന്നെ. ഇത് നിങ്ങൾക്ക് തറയിൽ ഇതുപോലെ നടാൻ സ്പേസ് ഇല്ല എങ്കിൽ ചട്ടിയിലാക്കി വളരെ ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്ന ടൈപ്പ് പ്ലാന്റ്സാണ് ഇതൊക്കെ. അതുപോലെ തന്നെ നമുക്ക് കുറഞ്ഞ സ്പേസിൽ, സ്മോൾ സ്പേസിൽ നമുക്കൊരു ഗാർഡനിൽ നടാൻ പറ്റിയതാണ് പത്തുമണി ചെടികൾ. പത്തുമണി ചെടികൾ നിങ്ങൾക്കറിയാമായിരിക്കും, ഒരുപാട് വെറൈറ്റി കളേഴ്സ് ഉണ്ട്. മഞ്ഞ, അതുപോലെ തന്നെ പിങ്ക്, റെഡ്, വൈറ്റ്, അങ്ങനെ കുറേ വെറൈറ്റീസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് ചട്ടിയിലാക്കി വെച്ചാലും വളരെ ബ്യൂട്ടിഫുൾ. പിന്നെ ഈ പത്തുമണി നമ്മുടെ ഇടയ്ക്കൊന്ന് ട്രിം ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നല്ല വളമൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിറയെ പൂത്ത് നിൽക്കുക. അത് കാണാൻ തന്നെ ഒരുപാട് ഭംഗിയുള്ളതാണ്.
പിന്നെ അടുത്തത് ഞാൻ കാണിക്കുന്നത് ആസ്പരാഗസ് ഫേൺ പ്ലാന്റ് ആണിത്. ഇത് ഒത്തിരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ്. നല്ല പച്ച നിറം, വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണിത്. ഇത് നമ്മൾ ചട്ടിയിൽ വെക്കുകയാണെങ്കിൽ ഒത്തിരി നല്ലതായിരിക്കും. കാരണം ചട്ടിയിലല്ല, ഇതുപോലെ നിലത്തും വെക്കാൻ പറ്റും. ചട്ടിയിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് മണ്ണൊന്നും ഇല്ലാത്ത, സ്പേസ് ഇല്ലാതെ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് കുറഞ്ഞ ചെറിയ ഗാർഡനിലൊക്കെ നമുക്ക് ഇതുപോലെ ചട്ടിയിൽ വെക്കുകയാണെങ്കിൽ ഒരുപാട് നല്ലതായിരിക്കും. ഇതിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം, അതുപോലെ മന്ത്ലി ഫെർട്ടിലൈസർ ഇട്ട് കൊടുക്കണം. പിന്നെ നമുക്ക് കുറഞ്ഞ സ്പേസിൽ വെക്കാൻ പറ്റിയ ഒരു പ്ലാന്റാണ് പീസ് ലില്ലി പ്ലാന്റ്സ്. പീസ് ലില്ലി പ്ലാന്റ്സ് എല്ലാ നഴ്സറികളിലും നമുക്ക് വാങ്ങാൻ കിട്ടുന്ന പ്ലാന്റാണ്. അതിൻ്റെ പൂക്കൾ കാണാൻ ഒരുപാട് നല്ല ഭംഗിയുള്ള, നല്ല അട്രാക്റ്റീവായിട്ടുള്ള, അതിൻ്റെ ലീവ്സ് നല്ല പച്ച നിറത്തിലുള്ള നല്ല അട്രാക്റ്റീവായിട്ടുള്ളൊരു പ്ലാന്റാണിത്. ഇത് നമുക്ക് ചട്ടിയിലും നിലത്തും ഒക്കെ വെക്കാൻ പറ്റും. നല്ല പോലെ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഈ ഒരു പ്ലാന്റിന്. അതുപോലെ തന്നെ നല്ല ബ്രൈറ്റ് സൺലൈറ്റ് ഉള്ള സ്ഥലത്താണ് നമ്മുടെ പീസ് ലില്ലി പ്ലാന്റ്സ് വെക്കേണ്ടത്. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൻ്റെ മണ്ണ് സോഗിയായി കഴിഞ്ഞാൽ അത് അളിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മണ്ണൊന്ന് മോയിസ്റ്റ് ആയിരിക്കണം, അത്രമാത്രം മതി. ഈ ഒരു പീസ് ലില്ലി പ്ലാന്റ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിൻ്റെ മണ്ണ് ഡ്രൈ ഔട്ടായി പോകരുത്. ഡ്രൈ ആയി പോകാതെ തന്നെ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു പ്ലാന്റാണ്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് റിബൺ പ്ലാന്റ് ആണ്. റിബൺ പ്ലാന്റ്, അതുപോലെ തന്നെ സ്പൈഡർ പ്ലാന്റ് ഒക്കെ നമുക്കിതുപോലെ ചട്ടിയിലും നിലത്തും അതുപോലെ തന്നെ ഹാങ്ങിങ്ങിലൊക്കെ ആക്കി ഇടാൻ പറ്റുന്ന ഒരു പ്ലാന്റ്സ് ആണ്. ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിബൺ പ്ലാന്റ്സ് നമുക്കിതുപോലെ കുറഞ്ഞ സ്പേസിൽ വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ്. കാരണം ഇത് ഒരുപാട് വളർന്ന് പന്തലിക്കത്തൊന്നുമില്ല. എന്നൊരു കുറച്ച് സ്പേസ് മതി ഈ റിബൺ പ്ലാന്റ്സ് നടാൻ. അതുപോലെ തന്നെ സ്പൈഡർ പ്ലാന്റ്സ് ഒക്കെ വളരെ നല്ല ഓപ്ഷൻസാണ് സ്മോൾ സ്പേസ് ഗാർഡനിങ്ങിന്. അതുപോലെ തന്നെ സാൻസിവേരിയ പ്ലാന്റ് ആണ് ഇത്. ഇതിൻ്റെ പല വെറൈറ്റി, പല കളേഴ്സ്, ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഇതും നമുക്ക് ചെറിയ സ്പേസ് ഗാർഡനിങ്ങിൽ വെക്കാൻ പറ്റിയ പ്ലാന്റ് ആണ്. കുറച്ച് സ്പേസ് ഉള്ളവർക്ക് പറ്റിയ ഐഡിയാസാണ് ഹാങ്ങിങ് പ്ലാന്റ്സ്, അതുപോലെ തന്നെ ചെറിയ ചെറിയ ബോക്സുകളിൽ പ്ലാന്റ് നടുന്നത്, ഫേൺ പ്ലാന്റ്സ്, കാക്ടസ്, ഇതൊക്കെ നല്ല ഓപ്ഷൻസാണ് സ്മോൾ സ്പേസ് ഗാർഡനിങ്ങിന്. അന്നേരം താങ്ക് യു ഫോർ വാച്ചിങ് ലിൻസീസ് ലിങ്ക്. സി യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ.